എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ. 10,000 ട്രോഫി. 10,000 ട്രോഫി? ഓഹോ. എന്ത് കൊടുത്താലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അതാ ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. എല്ലാവർക്കും നമസ്കാരം. ഓസിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര വിലയൊന്നും കാണത്തില്ലല്ലോ. സ്വന്തമായിട്ട് കുഞ്ഞോ നൂന്നതോ പൈസ കൊടുത്ത് അധ്വാനിച്ച് വാങ്ങിയതോ അല്ലല്ലോ. അപ്പൊ പിന്നെ അത്രയ്ക്കിത്ര തന്നെ ആയിരിക്കും. ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹവും പിന്നെ വേറൊരു സംഘടനയും ചേർന്നിട്ടാണ് രേണുവിന് ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. രേണു രായ്ക്ക് രാമായണം പറയാറുണ്ട്. അത് എനിക്ക് വേണ്ടിയല്ല, സുധിച്ചേട്ടന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. എന്ത് വന്നാലും സുധിച്ചേട്ടൻ. ഏത് മറ്റേ 3 നേരം മെഡിസിൻ കഴിക്കുന്നത് പോലെ രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറയും സുധിച്ചേട്ടന്റെ പേര് നല്ലോണം മാർക്കറ്റ് ചെയ്ത് തന്നെയാണ് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരില്ലായിരുന്നെങ്കിൽ രേണു ഒരിടത്തും എത്താൻ പോകുന്നില്ല. സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഒന്നുമില്ല, അത് വാസ്തവമായിട്ടുള്ള ഒരു പ്രപഞ്ച സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി വേണം ഇതിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്താൽ എനിക്കൊന്നുമില്ല. പ്രപഞ്ച സത്യം പറഞ്ഞതിന്റെ പേര് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു പേരിൽ ഓസിന് വീട് കിട്ടി. ആ വീട്ടില് ഋതപ്പൻ ഉണ്ട് കൂടെ, എന്നാൽ കിച്ചു കൂടെ ഇല്ല. കിച്ചു ഒരു വ്ളോഗ് എടുത്ത് അങ്ങോട്ട് പോയായിരുന്നു. അവൻ ഒരുമാതിരി വലിഞ്ഞേറി വരുന്നത് പോലെയായിരുന്നു അവന്റെ ഇരിപ്പ് വശം. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിൽ അതിഥിയായിട്ട് പോകുന്ന സമയത്ത് എങ്ങനെ പെരുമാറും ആ ഒരു രീതിയിലാണ് കിച്ചു അവിടെ. അവനെ ഒരു പട്ടിക്കുഞ്ഞ് മൈൻഡും ചെയ്യുന്നില്ല. ഋതപ്പനുമായിട്ട് അവൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് ഒരു ഹൈലൈറ്റ് സാധനം ഞങ്ങൾ കാണുന്ന സുഹൃത്തുക്കളെ. നിങ്ങൾ എല്ലാവരും കണ്ടാണോ അറിഞ്ഞാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വേറൊന്നുമില്ല. 3 നേരം ഗുളിക മൂല വെച്ച് വിഴുങ്ങുന്ന സുധിച്ചേട്ടന്റെ പേരിലുള്ള അവാർഡുകളെല്ലാം കട്ടിന്റെ അടിയിലും. രേണു സുധിയുടെ അവാർഡെല്ലാം എവിടെയാണ് പറയൂ? ടേബിളില്. സത്യം പറഞ്ഞ രേണുവിന്റെ പേര് രേഷ്മ പി തങ്കച്ചൻ എന്നെങ്ങാണ്ടാണ്. ലീഗലി എനിക്ക് തോന്നുന്നില്ല രേണു സുധി എന്ന് മാറിയിട്ടുണ്ടെന്ന്. എനിക്ക് അന്ന് കേസ് കൊടുത്ത സമയത്ത് അവിടെ രേണു സുധി എന്നല്ലേ വരേണ്ടത്. എന്നാൽ രേണു സുധി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ. അതും കൂടി ഇനി പൊളിച്ചടിക്കി കഴിഞ്ഞാൽ രേണു നിന്ന് കരയേണ്ട അവസ്ഥ വരും. അയ്യോ പേരും ഒരിക്കില്ലേ, അവസാനം അതും പോയാ എന്നുള്ളൊരു ലെവലിലോട്ട് പോകും. ഓക്കെ, അത് ഞാൻ വിട്ടു, പോട്ട് വെച്ച് ജീവിച്ചോ. ഇനിയിപ്പോ എന്തെങ്കിലും എന്തായാലും രേണു സുധി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സുധിച്ചേട്ടന്റെ ട്രോഫികളെല്ലാം എന്ത് അടിയിലോട്ട് എറിഞ്ഞത്? നമ്മളെ വീഡിയോ ഒന്നും കാണൂല, നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ സമയമില്ലെന്നല്ലേ രേണു പറഞ്ഞത്. പക്ഷെ എന്നാലും കേസ് കൊടുക്കാൻ സമയമുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ അവിടെ വരാൻ സമയമുണ്ടായിരുന്നു. വീഡിയോക്കാരെ വിളിച്ച് കൂട്ടാൻ സമയമുണ്ടായിരുന്നു. കോലാഹലം സൃഷ്ടിക്കാനും സമയമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീഡിയോ കാണാൻ സമയമില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീഡിയോ കാണാതെ എന്ത് പേരിലാണ് കേസ് കൊടുത്തത്? അറിയാൻ പാടില്ല. അതൊക്കെ പോട്ട് മച്ചോളം ഞാൻ വിഷയത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തെന്നി മാറും. കാരണം നമ്മുടെ ഉള്ളിലുണ്ട് ആ സാധനം, അതുകൊണ്ടാ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി വിഷയത്തിലോട്ട് നേരെ വരാം. അങ്ങനെ കിച്ചു ഒരു വ്ളോഗ് എടുക്കാനായിട്ട് രേണുവിന്റെ വീട്ടിലോട്ട് പോയി. സുഹൃത്തുക്കളെ, നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ. 10,000 ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? അച്ഛന്റെ ട്രോഫി കാണിക്കട്ടെ എന്ന് പറഞ്ഞും കൊണ്ട് കിച്ചു എടുത്ത വ്ളോഗിൽ കിടക്കുന്ന സാധനമാണ് കട്ടിന്റെ അടിയിൽ. ഇവിടെയാണ് എനിക്കൊരു സംശയം തോന്നുന്നത്. വേണമെങ്കിൽ കിച്ചുവിന് ഇത് കട്ടിന്റെ അടിയിലാണെന്ന് കണ്ടപ്പോ അവന്റെ അമ്മയായ രേണുസുധി, രണ്ടാം അമ്മയായ രേണുസുധിയെ വേണമെങ്കിൽ പബ്ലിക്കിലേക്ക് സാധനം ഇട്ടുകൊടുക്കാണ്ട് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു. രേണുവിനെതിരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടുമെന്ന് കിച്ചുവിന് പറയും. പക്ഷെ കിച്ചു എന്തുകൊണ്ടോ അത് മറച്ചു വെച്ചില്ല, നാട്ടുകാരിലേക്ക് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞ കിച്ചുവിനും എന്തൊക്കെയോ പൊട്ടിത്തെറിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇങ്ങനെ ഒരു വ്ളോഗിലൂടെ ഈ സാധനം കിട്ടിയപ്പോൾ അവനത് നാട്ടുകാരിലേക്ക് എത്തിച്ചതുമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. വന്നിരുന്ന് നന്മ പറയുന്നുണ്ടെങ്കിലും കിച്ചുവിന്റെ ഉള്ളിലും എന്തൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയടാ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറ. സത്യം നീ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാഗത്ത് ന്യായമെങ്കിൽ നിന്റെ കൂടെ ആരും നിന്നില്ലെങ്കിൽ ഞാൻ നിൽക്കും. എന്നെ പോലുള്ള ഒരുപാട് വ്ളോഗേഴ്സ് നിൽക്കും സപ്പോർട്ടായിട്ട്. അതാദ്യം നീ മനസ്സിലാക്കുക. എനിക്കതേ പറയാനുള്ളൂ. ബാക്കി കണ്ടോക്കാം. ഓഹോ. ഫുഡ് കഴിച്ചോ? ഓഹോ. അച്ഛന്റെ ട്രോഫി കട്ടിന്റെ അടിയിലും അമ്മയുടെ ട്രോഫി ടേബിളില്. എന്റെ സുധിച്ചേട്ടാ എന്നിരുന്ന് 4 വട്ടവും 4 നേരം ഗുളിക വിഴുങ്ങണവരെന്ന് വിളിക്കുന്ന കാണാറ്റായിരുന്നു. പക്ഷെ ആ സുധിച്ചേട്ടന്റെ ട്രോഫി എല്ലാം കട്ടിന്റെ അടിയിലായി പോയി. സുഹൃത്തുക്കളെ, എന്ത് ചെയ്യും?
ഇതാണ് ആ സുധിച്ചേട്ടനോടുള്ള സ്നേഹം. സാധാരണ നമ്മുടെയൊക്കെ അറിവിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഒരിടത്ത് പൊടിയടിക്കാതെ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അത് കെയർ ചെയ്ത് വെക്കാറ്. എന്നാൽ ഇവിടെ കാണാൻ സാധിച്ചത് എന്റെ സുഹൃത്തുക്കളെ, സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടിയിൽ രേണു സുധിയുടെ ട്രോഫി ടേബിളില്. നമ്മൾ പൊളിച്ച് പറയുന്നില്ല, നമ്മൾ സകലമായ കാര്യം അറിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ചിലതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ലേ, തെളിവുകളൊക്കെ വരട്ടെ, ഓരോരുത്തരൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വെടിപ്പാക്കി തരാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങളൊരു വെയിറ്റ് ചെയ്യും, അത്രേ എനിക്കുള്ളൂ പറയാൻ. അന്ന് ആ സുധിച്ചേട്ടൻ മരണപ്പെട്ട സമയത്ത് രേണു കാട്ടിക്കൂട്ടിയ കോലാഹലം നമുക്കൊന്ന് കണ്ടുപോകാം. അന്ന് എന്റെ സുധിച്ചേട്ടന്റെ ട്രോഫി മേളിലിരിക്കണ, അങ്ങിരിക്കണ, ഇങ്ങിരിക്കണ്. ആ കൊള്ളാം, ഇന്നെവിടെ ഇരിക്കുന്നു? കട്ടിന്റെ അടിയിരിക്കണ്. ഇതാണ് വാസം. എനിക്കൊന്നുമില്ല. ഇപ്പൊ രേണു സുധിച്ചേട്ടന്റെ ഒന്നും സൂക്ഷിക്കണ്ട, ഒന്നും സൂക്ഷിച്ചു വയ്ക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങേരെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ മാർക്കറ്റിംഗ് അതങ്ങോട്ട് വെച്ച് നിർത്താം. അങ്ങേരെ പേരും പറഞ്ഞ് മാർക്കറ്റിംഗ് നടത്തി നല്ല ഒന്നാം തരം രീതിയിൽ ഹൈപ്പുണ്ടാക്കി എടുത്തോണ്ടിരിക്കുന്നതല്ലാണ്ട് അങ്ങേര് മരണപ്പെട്ടതിൽ അങ്ങേരെ ട്രോഫി അടക്കം എടുത്ത് കട്ടിന്റെ അടി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ജനങ്ങൾ തന്നെ പറ. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് പോക്കത്തനങ്ങളാണ് കാട്ടിക്കൂട്ടി വയ്ക്കുന്നതെന്ന്. സുധിച്ചേട്ട എവിടെ പോയാലും 3-4 നേരം സുധിച്ചേട്ടനെ വിഴുങ്ങുന്ന പോലെ വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ താഴെ കമന്റ് ചെയ്യും അഭിപ്രായം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞന്നായിപ്പോ. കൊള്ളാം, നല്ലതാ. ട്രോഫി അടിയിലും രേണുവിന്റെ ട്രോഫി പുറത്ത്. സൂപ്പർ. കിച്ചു, നീ പൊളിച്ചടി കേട്ട ഈ വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജിപ്സം എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്നത് നമ്മളിവിടെ മാറ്റി മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്കാണ്. സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ, തിരിച്ചു കൊടുക്കണം. അപ്പം എന്ത് ഭംഗിയാ ചേട്ടനെ കാണാൻ. എനിക്ക് സുന്ദരൻ, എന്റെ സുചേട്ടൻ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഈ പൊക്കി 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 പുകഴ്ത്തി അടിക്കുന്നത് കാണുമ്പോഴേ എന്തൊക്കെയോ എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന്. നല്ലതാ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് രേണു. എന്തായാലും അനുഗ്രഹീത കലാകാരനായ സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന ഒരു ലേബലില് ഇത്രയും തിളങ്ങി 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 ഏറി കയറി പോയ ലോകത്തിൽ ആദ്യത്തെ സ്ത്രീ ആയിരിക്കും രേണു സുധി. എല്ലാ ആശംസകളും നേരുന്നു. നല്ലതാ. സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടിയിൽ, രേണുവിന്റെ ട്രോഫി മേശപ്പുറത്തും. അതെനിക്ക് അങ്ങ് ഇഷ്ടമായി. കിച്ചു, നിന്റെ ഈ വ്ളോഗ് അങ്ങ് കലക്കി. നിനക്ക് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അതുണ്ട്, അതുറപ്പാ, 100% ഞാൻ പറയുന്നു. നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ നിനക്ക് പുറത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യം. നീ ഒരു ദിവസം ഇതെല്ലാം വെട്ടിത്തുറന്ന് പൊട്ടിത്തെറിച്ച് പറയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. നീ പറയണം. നീ വാ തുറന്നാൽ മാത്രമേ ജനങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കത്തുള്ളൂ. അത് നിനക്ക് പറയാനുള്ളത് നീ തന്നെ പറയണം. സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ഈ ലെവലിലെത്തി അല്ലെ. അതിന്റെ അടിയിലും അതിന്റെ അണിയറ പ്രവർത്തനങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് നന്നായിട്ട് അറിയാം. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ നിനക്കത് പറയാം. നീ മകനാണ്, സുധിയുടെ മകനാണ്, നിനക്കത് പറയാൻ പറ്റും. നിനക്ക് പറയാനുള്ളത് നീ തന്നെ തുറന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ഒരു പക്ഷേ എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നീ തുറന്ന് പറയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള. കിച്ചു, ഇനി മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. ഏട്ടനെ സ്നേഹിക്കണം, എന്റെ ഏട്ടനെ സ്നേഹിക്കണം. ഇനി എന്ത് കൊടുത്താലും, വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്, സുധിച്ചേട്ടനായിരിക്കണം ആ വീട്. ചേച്ചി, ഇപ്പോൾ ഈ വീടിന്റെ വാടക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സേവിങ്സോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ കാര്യങ്ങളോ വീട് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ്. പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വേറെ ആളാണ്. പോട്ടെ കിച്ചു അവിടെ ഒരു അതിഥിയെ പോലെ വന്ന് കയറുകയാണ്. അതാണ് എനിക്ക് അങ്ങോട്ട് പിടിക്കാത്ത. കിച്ചു, നീ വന്ന് കയറിയപ്പോ നിന്റെ അപ്പന്റെ ട്രോഫി എല്ലാം കട്ടിന്റെ അടി കിടക്കുകയാണ്. അപ്പൊ നിന്റെ അപ്പനെ എത്രത്തോളം അവർ വാല്യൂ കൊടുക്കുന്നു എന്ന് നിനക്ക് തന്നെ കാണും. നിനക്കത് അറിയാം, അതെനിക്കും അറിയാം. നിനക്കറിയാവുന്നുള്ള കാര്യം എനിക്കും അറിയാം കേട്ടോ. എന്തായാലും കൊള്ളാം കിച്ചു.
നീയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ തുറന്നു പറയും. നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും നിന്റെ ഉള്ളിലെ വിഷമങ്ങളും നീ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിച്ച് സമൂഹത്തോട് വിളിച്ചു പറയുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അധിക നാള് പോകാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. എന്നാലും ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ, നല്ല കമന്റ്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ, പക്ഷെ ഇക്കാര്യത്തിൽ പറ്റുന്നില്ല. ആ വീട് സുധി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത്, അല്ലാതെ വൈഫിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും. നമ്മളല്ല പറയുന്ന, കാണുന്ന ജനങ്ങളാ പറയുന്ന. കേട്ടല്ലോ, വൈഫിന്റെ കുടുംബക്കാർക്കും വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടല്ല, രേണുവിനും ആ 2 പിള്ളേർക്കും താമസിക്കാൻ വേണ്ടി വച്ചു തന്ന വീട്ടില് ഇപ്പൊ കുടുംബക്കാര് മൊത്തം വന്ന് താമസിക്കുന്നുണ്ട്. എന്തെല്ലാം കൊള്ളാം. എന്നിട്ടിപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെ. ആ വീട് ഒന്ന് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല. അത് ഓസിന് കിട്ടിയല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് അത്ര വാല്യൂ ഒന്നും കാണത്തില്ല. അതങ്ങനെയാ, കുടുംബം മൊത്തം കിടക്കുമല്ലേ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കൂടെ? കഷ്ടം. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്തു തന്നവർ വിട്ടിയാക്കപ്പെടുന്നു. അത് നമ്മുടെ വസ്തു കൊടുത്ത നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പും അദ്ദേഹവും പിന്നെ വേറൊരു സംഘടന എല്ലാം വിഡ്ഢികളാവുകയാണ്. ഓസിന് കിട്ടിയ പിന്നെ അത്ര തന്നെ. എത്രയോ കലാകാരൻ മരിച്ചു, വിധവമാർക്കൊന്നും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങൾ ആ കുട്ടികളെ ഓർത്ത് കിട്ടിയത്. ഞാൻ ആദ്യമായി രേണുവിനെ വിമർശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടല്ലോ, ആളുകളാണ് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു. കിച്ചു ആ വീട് നന്നായി നോക്കാൻ പറയണം. ഒരുപാട് പേരുടെ സഹായമുണ്ട് അതിന്റെ പിറകിൽ. വന്ന വഴികൾ മറന്നു പോകരുത്. എല്ലാം വാരി വലിച്ചിട്ട പോലെ നിന്റെ വീടാണ്, നീ ശ്രദ്ധിക്കണം. കിച്ചു, നിന്റെ പേരിലും കൂടിയാണ് ആ വീടുള്ളത്, നിന്റെയും ഹൃദപ്പന്റെയും പേരിലാണ്. നിങ്ങൾ വേണം ആ വീട് നോക്കേണ്ടത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ വീട് നന്നായിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഒരുപാട് സഹതാപത്തിന്റെയും ഒരുപാട് കണ്ണുനീരിന്റെയും ഒരു സമ്മാനമായിട്ടാണ് ആ വീട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, വീടും വസ്തുവും. അത് നിങ്ങൾ വേണം സൂക്ഷിക്കാൻ. വേറുള്ള ആർക്കും അതിന്റെ കൂടെ ഒരു ഇത് കാണത്തില്ല. സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടി കിടക്കുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവില്ല നിന്റെ അപ്പൻ എത്രത്തോളം വാല്യൂ അവിടെ ഉണ്ടായിരുന്നെന്നും ഉണ്ടെന്നും. അതുകൊണ്ട് നീ തന്നെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത എന്നൊക്കെ ഓട്ടിക്കുക, എനിക്കിതേ പറയാനുള്ളൂ. സുധിയുടെ വീട്ടിൽ സുധിയുടെ ട്രോഫികൾ കട്ടിലിന്റെ കീഴെ, രേണുവിന്റെ സ്വീകരണ മുറിയിൽ കൊള്ളാം. എല്ലാം നല്ല കാര്യം, നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് 3 നേരം വെച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലാണ്ട് എന്താണ് നടക്കുന്നത്? സീരിയസ്ലി പറയാം, നിങ്ങൾ എന്തോ ചെയ്തോ, പക്ഷെ ആ മനുഷ്യന്റെ പേര് വീണ്ടും വലിച്ചിട്ട് ഉപയോഗിച്ച് ഒരു മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പച്ചയ്ക്ക് വിളിച്ചൊരു മാർക്കറ്റിംഗ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ വിളിച്ചു പറയുന്നു, അത് പക്ക മാർക്കറ്റിംഗ് തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പിന്നെ വേറെ കുറെ എണ്ണം വരും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. ഇല്ല, എനിക്ക് പണിയില്ല, നീ പണിയാടാ. എന്നെ കണ്ടൊന്ന് പറയിപ്പിക്കല്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.